പത്തരമാറ്റിൻ്റെ ഇന്നത്തെ പുതിയ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ആദ്യം തന്നെ കാണിക്കുന്നത് ദേവയാനി നയനയെപ്പറ്റി ചിന്തിച്ച് ഇങ്ങനെ വിഷമിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട്, അസുഖം വന്നാൽ എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ അല്ലേ കാണിക്കേണ്ടത്? എത്ര പറഞ്ഞിട്ടും അവൾ കേൾക്കുന്നില്ലല്ലോ. അവൾ കാരണം മറ്റുള്ളവർക്കും അസുഖം വരുമെന്ന ചിന്തയൊന്നും അവൾക്കില്ല. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നീ പറയുന്നത് പോലെ യുള്ള അവശതയൊന്നും അവൾക്കില്ല. ചെറിയ കാര്യത്തിനൊക്കെ ഹോസ്പിറ്റലിൽ പോയാൽ അവർ വേണ്ടാത്ത ടെസ്റ്റിനൊക്കെ എഴുതി തന്ന് മനുഷ്യരെ പേടിപ്പിക്കും. അപ്പോൾ അങ്ങോട്ടേക്ക് ആദർശും നയനയും വരുന്നുണ്ട്. ഇത് കണ്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ നയനയെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോവുകയാണോ? അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അല്ല മുത്തശ്ശി, ഇവൾക്ക് ഇവളുടെ വീട് വരെ ഒന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അവശത വന്നാൽ അവളുടെ വീട്ടിലേക്കാണോ പോകേണ്ടത്? ഡോക്ടറിനെയല്ലേ കാണിക്കേണ്ടത്? ഓരോ കാരണവും പറഞ്ഞ് വീട്ടിൽ പോകാനുള്ള അടവാണിത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, പനി വന്നപ്പോൾ അവൾക്ക് അവളുടെ അച്ഛനെയും അമ്മയെയും ഒക്കെ കാണാൻ ആഗ്രഹം തോന്നി കാണും. കുഞ്ഞുനാളിലെ അവരല്ലേ അവളെപ്പറ്റി അറിയുന്നത്. അതുകൊണ്ട് ഇതുപോലെ ചെറിയ പനിയൊക്കെ വന്നാൽ അതിനുള്ള പ്രതിവിധിയും അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അത് ഞാനും ചെയ്തു കൊടുത്തില്ലേ, അതിനപ്പുറം ഇവളുടെ വീട്ടുകാർ എന്ത് ചെയ്യാനാണ്? അപ്പോൾ മുത്തശ്ശിയും ആദർശം ചോദിക്കുന്നുണ്ട്, പനി വന്നപ്പോൾ അവളുടെ അച്ഛനെയും അമ്മയെയും കാണണമെന്ന് ആഗ്രഹിച്ചത് അത്ര വലിയ തെറ്റാണോ എന്നൊക്കെ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അവൾ പോകുന്നത് കൊണ്ട് എനിക്കൊരു പ്രശ്നവുമില്ല. അവൾ പോയാൽ അവളുടെ പിന്നാലെ ഇവനും പോകും. എനിക്കത് ഒട്ടും ഇഷ്ടമല്ല. ഇതൊക്കെ കേട്ടിട്ട് പിന്നെ നയന പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ അമ്മയെ വിഷമിപ്പിച്ചുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല എന്നും പറഞ്ഞ് നയന അവളുടെ റൂമിലേക്ക് പോയി. പിന്നെ മുത്തശ്ശി ദേവയാനിയോട് പറയുന്നുണ്ട്, ഇത് കുറച്ച് സ്വാർത്ഥതയാണ് ദേവയാനി. എനിക്കിപ്പോൾ തോന്നുന്നത് നിനക്കാണ് അവളെ കാണാതിരിക്കാൻ പറ്റാത്തത് എന്നാണ്. എന്നാൽ ദേവയാനി അതൊന്നും സമ്മതിച്ചു കൊടുക്കുന്നില്ല. പിന്നെ കാണിക്കുന്നത് നവ്യയും നയനയും തമ്മിൽ സംസാരിക്കുന്നതാണ്. നവ്യ ചോദിക്കുന്നുണ്ട്, നീ എന്താ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് പോകാതെ ഇവിടെ നിൽക്കുന്നത്? അപ്പോൾ നയന അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ നവ്യയോട് പറയുന്നുണ്ട്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, ഇതെന്തൊരു അമ്മയാണ് അവർ. പിന്നെ നവ്യ ചോദിക്കുന്നുണ്ട്, അതെന്താ 2 ദിവസം നിൻ്റെ വീട്ടിൽ പോയി നിന്നാൽ ആദർശേട്ടന് നിന്നെ കാണാതിരിക്കാൻ കഴിയില്ലേ? അപ്പോൾ നയന പറയുന്നുണ്ട്, ഇപ്പോൾ ആദർശേട്ടന് എന്നെ ഒരു ദിവസം പോലും കാണാതിരിക്കാൻ കഴിയില്ല. അത് കേട്ടപ്പോൾ നവ്യയുടെ മുഖത്ത് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടാകുന്നുണ്ട് സ്വന്തം ഭർത്താവിനെ ഓർത്ത്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ എത്ര ദിവസം എൻ്റെ വീട്ടിൽ നിന്നാലും അവിയേട്ടന് എന്നെ കാണാനും വരില്ല. അതുമാത്രമല്ല, ഞാൻ നിരന്തരമായിട്ട് അവിടെ നിന്നാൽ അവനത് വളരെ വളരെ സന്തോഷവുമായിരിക്കും. അപ്പോൾ നയന ചേച്ചിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വേണുവിൻ്റെ വീടാണ്. അനാമിക അവിടേക്ക് വന്ന് അവളുടെ അച്ഛനോടും അമ്മയോടുമായി പറയുന്നുണ്ട്, അവരിപ്പോഴും ആ നന്ദുവും അനിയും ഇപ്പോഴും പരസ്പരം കാണുന്നുണ്ട് എന്ന് ദേഷ്യത്തോടെ പറയുകയാണ്. എനിക്കൊപ്പം ചെലവഴിക്കാൻ അവന് സമയമില്ല. എന്നാൽ 3 ബ്രാഞ്ചിൻ്റെ ചുമതലയുണ്ടെങ്കിലും ആ ഭാരിച്ച പണിക്കിടയിൽ അവന് അവളെ കാണാൻ സമയമുണ്ട്. അപ്പോൾ വേണു പറയുന്നുണ്ട്, അവൾ ഇനി പോലീസ് ക്യാമ്പിനിലേക്ക് പോവുകയാണല്ലോ. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അതാ അടുത്ത പേടി. അവൾ SI ആയിട്ട് വന്നാൽ നമ്മളോട് പ്രതികാരം ചെയ്യുമെന്ന് ഉറപ്പാണ്. അനിയുടെ വല്യമ്മ എനിക്ക് തന്ന സ്വർണം മോഷണം പോയത് ഉൾപ്പെടെ പലതും അവൾ കുത്തിപ്പോകും. നമ്മളുടെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാനും ശ്രമിക്കും. അപ്പോൾ വേണു പറയുന്നുണ്ട്, അപ്പോൾ അവൾ ഒരിക്കലും SI ആകാൻ പാടില്ല അല്ലേ? അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അവൾ ഒരു കാലത്ത് SI ആകാൻ പാടില്ല അച്ഛാ. അവൾ SI ടെസ്റ്റ് പാസ്സായപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അനിയാണ്. അവന് ആ സന്തോഷം അധിക നാൾ നീണ്ടു നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞ് അനാമിക അവിടുന്ന് പോകുന്നുണ്ട്. പിന്നെ വേണു രേവതിയോട് പറയുന്നുണ്ട്, അവളുടെ ആ പോലീസ് യൂണിഫോം ഒരു സ്വപ്നമായി അവശേഷിക്കും, നീ നോക്കിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയെയാണ്. അനാമിക റൂമിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അനിയോട് ചോദിക്കുന്നുണ്ട്, നീ എവിടേക്കാണ് പോയത്? അപ്പോൾ അനി പറയുന്നുണ്ട്, ഞാനൊന്ന് നടക്കാൻ പോയതാ. അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, നിൻ്റെ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? കാരണം അനാമിക കണ്ടതാണല്ലോ നന്ദുവിനെയും അനിയെയും ഒരുമിച്ച്. അപ്പോൾ അനി പറയുന്നുണ്ട്, നിറയെ പേരുണ്ടായിരുന്നു. പിന്നെ കുറേ പട്ടിയും പൂച്ചയും ഉണ്ടായിരുന്നു. എന്താ, അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് കേട്ട് അനാമികക്ക് നന്നായി ദേഷ്യം വരുന്നുണ്ട്. കൂടെ അവളും ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അനി പറയുന്നുണ്ട്, അതെ ഉണ്ടായിരുന്നു, അവളും അവളുടെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. നീയും നിൻ്റെ സുഹൃത്തുമായിട്ട് ബൈക്കിൽ ചുറ്റി നടക്കുന്നതൊക്കെ ഞാനും അറിയുന്നുണ്ട്. നീ ആരോടൊപ്പം പോയാലും എനിക്ക് പ്രശ്നമില്ല. നിനക്ക് നിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി എന്നും പറഞ്ഞിട്ട് അനിയും ദേഷ്യത്തോടെ അവിടുന്ന് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ദേവയാനി നയനയുടെ അടുത്ത് വന്ന് പനിയൊക്കെ ഉണ്ടോ എന്നറിയാൻ അവളുടെ നെറ്റിയിലൊക്കെ തൊട്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ നിന്നെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകാം എന്നൊക്കെ. നയനയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ദേവയാനി ഇങ്ങനെ നെറ്റിയിലൊക്കെ തൊട്ട് നോക്കുമ്പോൾ. പിന്നെ കാണിക്കുന്നത് നന്ദു ഒരു പെണ്ണിനെ ആക്രമിക്കാൻ വന്ന പയ്യനെ അടിച്ചു ഒതുക്കുന്നതാണ്. എന്നിട്ട് അവനെ കൊണ്ട് ആ പെൺകുട്ടിയോട് മാപ്പ് പറയിപ്പിക്കുന്നുമുണ്ട്.
ഇത് ആ പെൺകുട്ടിയും ആ ചെക്കനും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണെന്ന് തോന്നുന്നു. കാരണം നന്ദുവിനെതിരെ അണിയറയിൽ ഒരു ഗൂഢാലോചന ഒരുങ്ങുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള ഒരു സംശയം നിലനിർത്തിക്കൊണ്ട് ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.